മലപ്പുറം പ്രസ് ക്ലബ്ബ് ഇത്തരത്തിലൊരു അവസരം ഉണ്ടാക്കി തന്നതിന് അതിൻ്റെ ഭാരവാഹികളെയും അംഗങ്ങളെയും അഭിനന്ദിക്കുകയാണ്, അവർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഒക്കെ അറിയാവുന്ന പോലെ മുസ്ലിം ലീഗ് UDF-ലെ ഒരു പ്രമുഖ ഘടകകക്ഷിയാണ്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസരഹിതമാണ് എന്ന് വ്യക്തമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിന് വോട്ടർമാരെ സമീപിക്കുമ്പോൾ അവരെ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പ്രയാസപ്പെടാറുണ്ട്. നല്ല എഫേർട്ട് അതിനുവേണ്ടി എടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഞങ്ങൾ വോട്ടർമാരെ കാണാൻ പോകുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിലാണ് കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നത്. കാരണം ഞങ്ങൾ പറയുന്നത് ജനങ്ങൾ അനുഭവിക്കുന്നതാണ്. അവരുടെ നിത്യജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് വോട്ടർമാരെ ഞങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത്. ഓർമ്മപ്പെടുത്തുക എന്നൊരു കാര്യം മാത്രമേ ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളൂ. കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണം കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കേരള മന്ത്രിസഭ അധികാരമേറ്റതിന് ശേഷം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഉത്തരവാദിത്വം മാത്രമേ ഇത്തവണ ഞങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളൂ. ഒറ്റ കാര്യത്തിൽ നിന്ന് ഞങ്ങൾ തുടങ്ങിയാൽ 10 കൊല്ലം മുമ്പ് ശ്രീ പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് വില 100 രൂപയായിരുന്നു. ഇന്നത് 4.5 ഇരട്ടി വർദ്ധിച്ച് 450 രൂപയിൽ മുകളിൽ 500 വരെ എത്തി, ഒരല്പം താഴോട്ട് വന്നു. ഇതൊരു അത്യാവശ്യ സാധനത്തിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. മറ്റെല്ലാ കാര്യങ്ങളിലും അരിയും പഴവ്യഞ്ജനങ്ങളും മറ്റെല്ലാ പച്ചക്കറികളടക്കമുള്ള സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ച ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഈ മണ്ഡലകാലത്ത് പച്ചക്കറി വില കൂടിയിട്ടുണ്ട്, അതിനെക്കുറിച്ചല്ല പറയും. എന്നാൽ പോലും മറ്റ് അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ കുതിച്ചുയരുകയും ജനങ്ങളുടെ നിത്യ ബജറ്റ് തകരാറിലാകുകയും ചെയ്തൊരു കാലഘട്ടം. അത് ജനങ്ങൾക്ക് നന്നായി അറിയാം. പണ്ട് കാലത്ത് ഒരു മാസത്തിന് വീട്ടിലെ ചെലവിൽ കൊടുക്കുന്ന പണം ഇപ്പോൾ 10 ദിവസത്തിന് പോലും തികയുന്നില്ല എന്ന് വീട്ടിലെ കുടുംബിനികൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് വളരെ എളുപ്പമാണ്. സാധനവില കൂടുമ്പോൾ സർക്കാരുകളുടെ ഉത്തരവാദിത്വം മാർക്കറ്റിൽ ഇടപെടലാണ്. അത്തരമൊരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ദുസ്സഹമായ വിലക്കയറ്റം ഉണ്ടായിട്ട് പോലും മാർക്കറ്റിൽ ഇടപെടാനും കുത്തനെ ഉയരുന്ന വിലകൾ പിടിച്ചു നിർത്താനുള്ള എന്തെങ്കിലും പദ്ധതികൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ആളുകൾക്ക് മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ സാധാരണ വിലക്ക് അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യാനുള്ള മാവേലി സ്റ്റോറുകൾ പോലെയുള്ള സംവിധാനങ്ങൾ നോക്കുകുത്തിയായി പോവുകയും ചെയ്തു. അവശ്യ സാധനങ്ങൾ ഇല്ലാത്ത സ്റ്റോറുകളായി മാവേലി സ്റ്റോറുകളും മറ്റ് സംവിധാനങ്ങളൊക്കെ മാറും. ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ഒരു പ്രയാസം വർദ്ധിപ്പിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ എടുത്തത്. അതേ അവസരത്തിൽ അവരുടെ നികുതികൾ കുത്തനെ കൂട്ടി, എല്ലാതരം നികുതികളും കൂട്ടി. സ്വാഭാവികമായും എല്ലാ വർഷവും അല്ലെങ്കിൽ ബജറ്റ് വരുമ്പോൾ ഒക്കെ നികുതി വർധന ഉണ്ടാകാറില്ല എന്നൊരു ചോദ്യം ഉണ്ടാകും. സ്വാഭാവികമാണ്, നികുതി വർധന ഉണ്ടാവും. എത്രയാണ് ഉണ്ടാവുക? 2%, 5%, പരമാവധി പോയ ഒരു 5% വർധനമാണ് ഉണ്ടാവുക. ഇത്തവണ വീട്ടുനികുതിയിലൊക്കെ ഉണ്ടായത് 400-500
വർധനമാണ്. ഒരു വീട് നിർമ്മിക്കാനുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരു അപേക്ഷാ ഫോമിന് 10 രൂപ ഉണ്ടായിരുന്നത് 150. അപേക്ഷയോടൊപ്പം അടയ്ക്കേണ്ട പണം 300 രൂപ ഉണ്ടായിരുന്ന 1500 എത്ര മടങ്ങാണ് വർദ്ധിച്ചത്? അത് ജനങ്ങളെ ബാധിക്കുന്നു. ഒരു കിടപ്പാടമില്ലാത്തൊരു മനുഷ്യന് കിടന്നുറങ്ങാൻ ഒരു കൂരയുണ്ടാക്കാൻ, ഒരു വീടുണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ അമിതമായ ടാക്സ് വരുന്നത്. അതോടൊപ്പം ഭൂമിയുടെ ഫെയർ വാല്യൂ 2 തവണ 10% വെച്ച് വർദ്ധിപ്പിച്ചു. ഭൂമിയുടെ ഫെയർ വാല്യൂ വർദ്ധിക്കുമ്പോൾ രജിസ്ട്രേഷൻ ചാർജ് വർദ്ധിക്കും, അതോടൊപ്പം സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിക്കും. ഇതൊക്കെ ഒരു 2 സെൻറ്റോ 3 സെൻറ്റോ വാങ്ങി ഒരു കൂരയുണ്ടാക്കാമെന്ന് ആഗ്രഹിക്കുന്ന പാവപ്പെട്ടവന് വലിയ കടമ്പയായി മാറി. ഡ്രൈവിംഗ് ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചു, രജിസ്ട്രേഷൻ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, ഇലക്ട്രിസിറ്റി ചാർജ് 3 തവണ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള പ്രപ്പോസൽ റെഗുലേറ്ററി കമ്മീഷന് കൊടുത്തിരിക്കുകയാണ് ഗവൺമെൻറ്. എവിടെയാണ് കൂട്ടാത്തത്? ഏത് മേഖലയിലാണ് നികുതി പുതുതായി ഈടാക്കാൻ ശ്രമിക്കാതെ പോകുന്നത്? അപ്പം അതുകൊണ്ട് ജനങ്ങൾ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന രൂപത്തിലായിപ്പോഴും വിലവർദ്ധനവ് കൊണ്ട് വിഷമിക്കുന്ന ജനങ്ങളുടെ തലക്ക് മീതെ നികുതി ഭാരം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങളും ആശ്വാസ നടപടികളും ഇല്ലാതാക്കുകയും ചെയ്തു. ഒരുപാട് മേഖലകളിലുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി. പലതരം പെൻഷനുകൾ കൊടുക്കാതെയായി. സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ടാക്കി. അതുപോലെ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നത് അവരുടെ തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതിൽ നിന്ന് മാസം തോറും ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ്, പിടിച്ചു വച്ചിട്ടാണ്. അതാണ് തിരിച്ചു കൊടുക്കുന്നത് റിട്ടയർ ചെയ്യുമ്പോൾ. അത് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ പരിധിയിൽ നിന്ന് അവർ ഒഴിവാക്കി. അതുപോലെ തന്നെ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നത് നിർത്തി. ഒറ്റ കാര്യം മാത്രം, 2021 ഇടതുപക്ഷ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ മുഴുവൻ വാഗ്ദാനങ്ങളും നടപ്പാക്കിയെന്ന് ഘോരഘോരം പ്രസംഗിക്കാറുണ്ട് LDF. അവരുടെ വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമൂഹ്യക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നാണ്. അവരുടെ മാനിഫെസ്റ്റോൻ്റെ കയ്യിലുണ്ട്. 4.5 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു പൈസ പോലും വർദ്ധിപ്പിച്ചില്ല. ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് 400 രൂപയാണ് വർദ്ധിപ്പിച്ച് 1600 2000 ആക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കേണ്ടത് അവരില്ലാത്തത് കൊണ്ട് അവർക്ക് ധൈര്യമായി എത്രയും പറഞ്ഞു പോകാം. എന്നിട്ട് പോലും പറഞ്ഞ 2500 എത്തിയിട്ടില്ല. വാഗ്ദാനങ്ങളിൽ ഏതാ പാലിച്ചത്? റബ്ബറിന് താങ്ങുവില 250 രൂപയാക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയവരാണ്. എത്രയാക്കി? ഒരു വാഗ്ദാനവും പാലിക്കാതെയാണ് ഈ ഗവൺമെൻറ് ഇപ്പോൾ 5 കൊല്ലം പൂർത്തിയാക്കുന്നത്. അത് കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും അറിയാം. കാർഷിക മേഖലയെ തേങ്ങക്ക് ഇപ്പോൾ മണ്ഡലപൂജ കാലമൊക്കെ ആയതുകൊണ്ട് കുറച്ച് വില കൂടിയിട്ടുണ്ട്. പക്ഷേ നാളികേര സംഭരണ കേന്ദ്രങ്ങളിൽ കേരളത്തിൽ നോക്കുകുത്തികളായിരുന്നില്ല. നെല്ല് സംഭരിച്ച വകയിൽ എത്ര കോടി രൂപ നെൽ കർഷകർക്ക് എത്ര വർഷമായി കൊടുക്കാനുണ്ട്? അവർക്ക് രണ്ടാമതൊരു കൃഷി ഇറക്കണമെങ്കിൽ ആ പണം കിട്ടണ്ടേ? അവർ കൃഷി ഇറക്കാൻ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് മറ്റു ബാങ്കുകളിൽ നിന്നെടുത്ത ലോൺ അടക്കണമെങ്കിൽ നെല്ല് വിറ്റ് പണം കിട്ടണ്ടേ? അത് എത്ര കോടി കൊടുക്കാൻ ബാക്കിയുണ്ട്? സകല മേഖലയിലും കടം വരുത്തി തിരിച്ചു പോയി. കേരളം ഏറ്റവും മഹോത്തരമെന്ന് വിശേഷിപ്പിച്ചിരുന്ന 2 മേഖലകളാണ് ആരോഗ്യവും വിദ്യാഭ്യാസവും. ലോകോത്തരം എന്ന് നമ്മൾ അഭിമാനം കൊണ്ടിരുന്ന 2 മേഖലകൾ, 2 വകുപ്പുകൾ. അതിൻ്റെ 2ൻ്റെയും സ്ഥിതി എന്താ? വിദ്യാഭ്യാസത്തിൽ
കേരളത്തിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ വന്നിരുന്നു. നമ്മളൊക്കെ അതിൽ അഭിമാനം കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ സ്ഥിതി എന്താ? ഇത്തവണ 1,00,000 കുട്ടികളിൽ കുറവാണ് അഡ്മിഷൻ നേടിയത് മുൻ വർഷങ്ങളിലെ ആവറേജുമായി തട്ടിച്ചു നോക്കുമ്പോൾ. കാരണം കുട്ടികൾ കേരളത്തിൽ പഠിക്കാൻ തയ്യാറാകുന്നില്ല. കലാലയങ്ങളൊക്കെ കലാപ ഭൂമികളാക്കി മാറ്റി. യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ നാഥനില്ല കളരികളായി. യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല. ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ അടിയാണ്. വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ കഴിയുന്നില്ല. 66 കോളേജുകൾ കേരളത്തിൽ പ്രിൻസിപ്പൽമാരില്ല. പണ്ടൊക്കെ കുട്ടികൾ CBSE സിലബസിലൂടെ 10ാം ക്ലാസ് വരെ പഠിച്ചാൽ +1 ആകുമ്പോഴേക്ക് കേരള സിലബസിലേക്ക് മാറും. കോളേജുകളെ, ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ അംഗങ്ങളായവർക്ക് നന്നായി അറിയാം. കൂട്ടത്തോടെ കുട്ടികൾ കേരള സിലബസിലേക്ക് മാറുക. ഇത്തവണ അത്തരമൊരു കൂട്ടമായ മാറലുണ്ടായിട്ടില്ല. കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് മുമ്പുണ്ടായിരുന്ന അഭിപ്രായം പൂർണ്ണമായും മാറി. വിശ്വസിച്ച ഒരു കുട്ടിയെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കോ കോളേജിലേക്കോ അയക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വയനാട്ടിലെ പൂക്കാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥനുണ്ടായ അനുഭവം ഒറ്റപ്പെട്ടല്ലോ. ഒരുപാട് കലാലയങ്ങളിലുണ്ടായി. ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയുമായി സഹകരിക്കുന്നില്ലെങ്കിൽ മൃഗീയമായി മർദ്ദിച്ച് കൊല്ലാം കേരളത്തിൽ പല കലാലയങ്ങളിലും നടന്നു. അതിൻ്റെ ഫലമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖല അതിൻ്റെ വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. പണ്ട് കാലത്ത് അവർ എന്തിനൊക്കെ വേണ്ടി പൊരുതിയിരുന്നുവോ, എതിരെ പൊരുതിയിരുന്നുവോ, അതൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും തമാശയുണ്ടാകുന്ന ഒരു കാര്യം നടന്നത്, പരിയാരത്ത് സഹകരണ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ MV രാഘവൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വഴിയിൽ തടയുകയും കൊല ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴുണ്ടായ കുഴപ്പത്തിൻ്റെ പേരിൽ വെടിവെപ്പുണ്ടായി. 5 DYFI പ്രവർത്തകർ മരണപ്പെട്ടു. ഒരു സ്വാശ്രയ കോളേജ് സഹകരണ മേഖലയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണെന്ന കലാപമുണ്ടായതും വിലപ്പെട്ട 5 ജീവൻ ആരുടേതായിരുന്നാലും നഷ്ടപ്പെടാനിടയായി. ഇന്നെന്താ സ്ഥിതി? ഇന്ന് ആ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ഈ സഹകരണ മേഖല സ്വാശ്രയ മേഖലയാക്കി മാറ്റി തകർക്കാൻ ശ്രമിച്ച MV രാഘവൻ്റെ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. രാവിലെ അത് ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം ആ MV രാഘവനെതിരെ നടന്ന സംഘർഷത്തിൽ പോലീസ് വെടിവെപ്പിൽ കൊല ചെയ്യപ്പെട്ട സഖാക്കളുടെ അനുസ്മരണ സമ്മേളനത്തിൽ ഉച്ചയ്ക്ക് ശേഷം പങ്കെടുക്കും. അത് കഴിഞ്ഞ് 7 മണിയായാൽ അന്ന് വെടിവെപ്പിൽ നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ DGP ആയുള്ള അദ്ദേഹത്തിന് വീരചക്രം കൊടുക്കുന്ന ചടങ്ങിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. ഇങ്ങനെ ഇതുപോലെ വൈരുദ്ധ്യം, അതാണ് ഇപ്പോൾ ഈ ഭരണമുന്നണിയെ നയിക്കുന്നത്. മറ്റൊരു മേഖല ആരോഗ്യമാണ്. എന്താ ഇപ്പോൾ ആരോഗ്യത്തിൻ്റെ സ്ഥിതി? ആരോഗ്യ മേഖല കേരളം ലോക പ്രശസ്തമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്താ സ്ഥിതി? രോഗമില്ലാത്തവർ, രോഗിക്ക് കൂട്ടിരിക്കാൻ ആശുപത്രിയിൽ പോകുന്നവർ മരിക്കണം. ആശുപത്രി കെട്ടിടം ഒളിഞ്ഞു വീണിട്ട് കോട്ടയത്ത് മരിച്ചത്. വലത് കണ്ണിന് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന സ്ത്രീയുടെ ഇടത് കണ്ണാണ് എടുത്തു മാറ്റുന്നത്. കാലിന് മുള്ളുകൊണ്ട ഒരു കുട്ടി ചെന്നപ്പോൾ ഇടത് കൈ മുറിച്ച് മാറ്റും. ഇത്രയും കാര്യക്ഷമതയില്ലാത്തൊരു ആരോഗ്യ സംവിധാനം കേരളം എന്തെങ്കിലും കണ്ടിട്ടുണ്ട്? മെഡിക്കൽ കോളേജുകളിലും ജില്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലുമൊക്കെ മരുന്നില്ല. എന്താ കാരണം? മരുന്ന് സപ്ലൈ ചെയ്ത മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കോടികളാണ് ഡ്യൂ ഉള്ളത്, കൊടുത്തിട്ടില്ല. 1000-ലേറെ കോടി രൂപ കൊടുക്കാനുണ്ട് എന്നാണ് കണക്ക്. അതുകൊണ്ട് ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അടക്കമുള്ള മരുന്ന് സപ്ലൈ ചെയ്യുന്ന മരുന്ന് കമ്പനികൾ സപ്ലൈ നിർത്തി.
അതുകൊണ്ട് ഗവൺമെൻറ് ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ആ മരുന്നില്ല. രോഗികൾ മെഡിക്കൽ കോളേജിൽ പോയാൽ ഷീറ്റുമായി പുറത്തു വരണം മരുന്നുമാണ്. ഓപ്പറേഷൻ അനുബന്ധ സാധനങ്ങൾ കിട്ടാനില്ല. നെഞ്ചുവേദനയുമായി മെഡിക്കൽ കോളേജിൽ ചെന്ന ഒരു രോഗിക്ക് അടിയന്തരമായി ആൻജിയോപ്ലാസ്റ്റി നടത്തി സ്റ്റെഡ് ഇടണമെങ്കിൽ സ്റ്റെഡില്ല. നെഞ്ചുവേദനയുമായി ചെന്ന രോഗിയോട് പറയുകയാണ് 6 മാസം കഴിഞ്ഞിട്ട് വരാൻ. അയാൾ ശ്മശാനത്തിൽ നിന്ന് തിരിച്ചു വരേണ്ടി വരില്ലേ 6 മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ? അങ്ങനെ ശ്മശാനത്തിൽ പോയ ആരെങ്കിലും തിരിച്ചു വന്നായി ഇതുവരെ ലോകത്തിൽ തെളിവ് കിട്ടിയിട്ടുണ്ട്. സ്റ്റെഡ് വാങ്ങിയ പൈസ കൊടുത്തിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം 36 കോടി രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത്തരം സാധാരണ ജനങ്ങളെ, പാവപ്പെട്ടവരെ ബാധിക്കുന്ന മുഴുവൻ മേഖലകളിലും ഫണ്ട് കൊടുക്കാതെ ഫണ്ട് പിടിച്ചു വെച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് പരമാവധി പ്രയാസപ്പെടുത്തുക. എന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ ആഡംബരത്തിനും ധൂർത്തിനും ഇഷ്ടം പോലെ പണം ചെലവഴിക്കുക. മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വെക്കാൻ 15 കോടി രൂപയാണ് അനുവദിച്ചു കൊടുത്തത്. സ്റ്റെഡ് വാങ്ങിയ 36 കോടി രൂപ കൊടുക്കാനില്ലാത്തിടത്താണ്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉച്ചക്കഞ്ഞി വാങ്ങിക്കൊടുത്ത വകയിൽ ഹെഡ് മാസ്റ്റർമാർക്ക് മാസങ്ങളായി വർഷങ്ങളായി പണം കൊടുക്കാൻ ബാക്കിയിരിക്കുമ്പോഴാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ധിക്കാരവും ധൂർത്തും, നവകേരള യാത്രയും ബസ്സിൻ്റെ ചെലവും, നവകേരള യാത്രയ്ക്ക് കോടി ഉപയോഗിച്ച് ബസ് വാങ്ങിയത് എന്തിനാ? 20 മന്ത്രിമാർ 20 കാറിൽ യാത്ര ചെയ്താൽ ചിലവ് കൂടും, അതുകൊണ്ട് ചിലവ് കുറക്കാൻ എല്ലാവരും ഒരു ബസ്സിൽ. ഓക്കെ, അങ്ങനെ 1.5 കോടി രൂപയുടെ ബസ് വാങ്ങി 20 മന്ത്രിമാർ ഒരു ബസ് കയറി. ആ ബസ് പുറപ്പെട്ടു. മന്ത്രിമാരുടെ 20 കാറുകളും അവരുടെ പൈലറ്റും അവരുടെ എസ്കോട്ടും ഒക്കെ ആ ബസ്സിൻ്റെ പിറകിൽ. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ്? അപ്പോൾ കേരള ജനത കൃത്യമായി ഈ ഇടതുപക്ഷ മുന്നണിയെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് ഇടതുപക്ഷമല്ല, ജനവിരുദ്ധ പക്ഷമാണ് എന്ന് ജനങ്ങൾ വിധി എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2001 ശേഷം നടന്ന എല്ലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ മുന്നണി ദയനീയമായി പരാജയപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ്. UDFിൻ്റെ ഭൂരിപക്ഷം കണ്ടമാനം വർദ്ധിച്ചത് അതുകൊണ്ട് ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് പ്രയാസരഹിതമാണ്. ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് വോട്ടർമാർക്ക് നന്നായി അറിയാം. വലിയ വിജയം ഞങ്ങൾ നേടും. മറുപക്ഷത്തുള്ളത് പിന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. അതിനെക്കുറിച്ച് കൂടുതലായൊന്നും പറയേണ്ടെന്ന് ആവശ്യമില്ല. ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ തനിമ, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അതില്ലാതാക്കാൻ ശ്രമിക്കുക. ജനാധിപത്യവും മതനിരപേക്ഷതയും വിശ്വാസ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ ഇല്ലാതാക്കാൻ കിണഞ്ഞ് ശ്രമിക്കുകയും അതിനനുസൃതമായി ഭരണഘടനാ വിരുദ്ധ നിയമങ്ങൾ നിർമ്മാണം വരെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ് കേന്ദ്രത്തിലുണ്ട്. ഒരു വോട്ട് ചെയ്യുമ്പോൾ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് ചെയ്യുമ്പോൾ ഈ 2 ശത്രുക്കളെയും പരാജയപ്പെടുത്താനുള്ള സുവർണ അവസരം കേരള ജനതയ്ക്ക് ലഭിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മഹനീയമായ വശം. അത് നിർവഹിക്കാൻ കേരളത്തിലെ ഉത്ബുദ്ധരായ വോട്ടർമാർ തയ്യാറായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് മറ്റൊരു കാലത്തുമില്ലാത്തത്ര കെട്ടുറപ്പിലും ഐക്യത്തിലും UDF മുന്നോട്ട് പോകുന്നത്. നല്ല വിജയപ്രതീക്ഷ UDFിനുണ്ട് എന്നുകൂടി ഓർമ്മ. പല ഗ്രാമപഞ്ചായത്തുകളും പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതിനെ പറ്റി നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ 0.000% മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇനിയും തീർക്കാനുള്ള അവസരങ്ങളുണ്ട്, തീരുകയും ചെയ്യും. തിരൂരങ്ങാടിയിൽ
താങ്കളുടെ ഡിവിഷനിൽ നഗരസഭാ ഉപാധ്യക്ഷ കൂടിയായിരുന്ന കാലിദ് സുരേഖയുടെ മത്സരമുണ്ട്. അത് ലീഗിന് ഒരു തലവേദനയാവില്ലേ? അല്ല, ഒരു തലവേദനയല്ല, ഒരു മുള്ളുകുത്തിയ അവസ്ഥ പോലും ഇല്ല. വലിയ ഭൂരിപക്ഷത്തിന് മുസ്ലിം ലീഗ് അവിടെ ജയിക്കും. എല്ലായിടത്തും മുസ്ലിം ലീഗിന് പിന്നെ സീറ്റ് കിട്ടാത്തത് കൊണ്ട്, മറ്റു കാരണങ്ങൾ കൊണ്ട്, വൈസ് ചെയർമാൻ കൊടുക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ പാർട്ടി വിട്ടുപോയ ആളുകളുണ്ട്. അവരൊക്കെ സ്ഥാനാർത്ഥികളായി കൊണ്ട് മത്സരിക്കും. അതെങ്ങനെ തലവേദനയാവുക? റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം, അതൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടേ ഇല്ല. വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഖ്യം വളരെ അപകടം ചെയ്യുന്ന സംസ്ഥാന നേതാക്കൾ പറയുന്നുണ്ട്. മുജാഹിദ് വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2 ദിവസമായിട്ട് സിറാജ് അതിനെതിരെ എഡിറ്റോറിയൽ എഴുതുന്നുണ്ട്. ഒരു മുസ്ലിം സംഘടനകൾ വലിയ അപകടമാണ് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ഈ സഖ്യം എന്ന് പറയുന്നത്. അല്ല, അത് സംസ്ഥാന നേതാക്കൾ എന്നാണ് പറഞ്ഞത്. സംസ്ഥാന നേതാക്കൾ. ആ, ഇത് ഈ പറഞ്ഞ സംഘടനകളൊന്നും രാഷ്ട്രീയ പാർട്ടികളല്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടിയുമായി UDF സഖ്യം ഉണ്ടാക്കിയിട്ടില്ല, മുന്നണിയിൽ ചേർത്തിട്ടില്ല. അതുപോലെ പാണക്കാട് നിന്ന് വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ട് ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല, സഖ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, മുന്നണിയിലാണെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പ്രാദേശിക തലങ്ങളിൽ വെൽഫെയർ പാർട്ടി UDF വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അവർ LDF ചെയ്തിരുന്നു, LDF ഒപ്പം നിന്നിരുന്നു. ഇപ്പോൾ അവർ LDF കള്ളത്തരാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഒരുപാട് കാലം പിന്തുണ കൊടുത്തു. അവരുടെ കള്ളത്തരവും പിന്നെ വഞ്ചനാപരമായ നിലപാടും ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ മാറുന്നു. ഇന്ത്യ രാജ്യത്ത് BJPയെ പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണി, രാഹുൽജിയുടെ നേതൃത്വത്തിലുള്ള, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി മാത്രമാണ് ശരണം. പ്രതിരോധിക്കാൻ അവർക്ക് മാത്രമാണ് കഴിയുക എന്ന് പറഞ്ഞിട്ട് അവർ ഇന്ത്യ മുന്നണിക്കും UDFനും പിന്തുണായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നിട്ടുണ്ട്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നിട്ടുണ്ട്. ആകാശം ഇടിച്ചു പൊളിച്ചിട്ടില്ല. അതിനെതിരെ വന്ന ആളുകൾ പറഞ്ഞതൊക്കെ എന്തായി? എവിടെയാണ് സംഭവിച്ചത്? എത്രയായി ഞങ്ങളെ ഭൂരിപക്ഷം കൂടിയത്? ഇതേ വാദഗതികളൊക്കെ പറയും. പക്ഷെ ഞങ്ങൾ UDF ഘടകകക്ഷിയല്ല, മുന്നണിയില്ല, സഖ്യമില്ല, ഒന്നുമില്ല. പ്രാദേശികമായി അവർ ഞങ്ങളെ ചിലയിടങ്ങളിൽ സഹായിക്കുന്നുണ്ട്, ചിലയിടങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു സഹായിക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. വളരെ വ്യക്തമാണ്. അല്ല, ഞാൻ മറ്റ് മതസംഘടനകൾ പറയുന്നതിന് മറുപടി പറയാൻ ഞാനുള്ളല്ല. ഞാൻ മുസ്ലിം ലീഗിൻ്റെ നിലപാട് പറഞ്ഞു, UDFിൻ്റെ നിലപാടും പറഞ്ഞു. അത് അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ മുസ്ലിം ലീഗിൻ്റെ കാര്യമാണ് പറയുന്നത്. മറ്റു സംഘടനകളെ, മതസംഘടനകളുടെ കാര്യം പറയാൻ ഞാൻ അതിൻ്റെ ഒന്നും ആളല്ല. അങ്ങനെ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന ഏത് വർഗീയ ശക്തികൾ വന്നാലും, ഔദ്യോഗിക ആശയങ്ങൾ പിന്തുടരുന്ന ഒരു സംഘടന വന്നാലും അങ്ങനെ കൈയടിച്ച് സഹായിക്കുമെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാത്രത്തല്ലേ? ഇന്ത്യ മുന്നണിയെ ഒരു വർഗീയ പാർട്ടിയും പിന്തുണക്കുന്നില്ല. ഒരു വർഗീയ പാർട്ടിയെയും പിന്തുണക്കാൻ ഇന്ത്യ മുന്നണി അനുവദിക്കില്ല. വർഗീയ പാർട്ടികൾ പിന്തുണക്കുന്നത് LDFനെയാണ്. BJP മുന്നണിയിൽ കർണാടകയിലുള്ള പാർട്ടി ഇവിടെ LDFിൻ്റെ മുന്നണിയിലുണ്ട്. BJPയുടെ മുന്നണിയിൽ മഹാരാഷ്ട്രയിലുള്ള പാർട്ടി ഇവിടെ LDF മുന്നണിയിലുണ്ട്. ഈ ഇരട്ടത്താപ്പ് എല്ലാവർക്കും മനസ്സിലാവും. അത് മറച്ചു വെക്കാൻ UDFനെ മറയാക്കിയിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞതാണ്. അത് മതസംഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഞാനെതിരെ അഭിപ്രായം പറഞ്ഞു. ഞാൻ മതസംഘടനകളെ കുറിച്ച് മൊത്തത്തിൽ അഭിപ്രായം പറഞ്ഞല്ലോ. ഒരു മതസംഘടനയെ കുറിച്ചും അഭിപ്രായം പറയാൻ ഞാനാണല്ല. ഞാൻ പറഞ്ഞത് വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി, അത് ഇന്ത്യ രാജ്യത്തിലെ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായി ഇന്ത്യ മുന്നണിയോടൊപ്പം ഇന്ത്യ രാജ്യത്ത് എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ മാത്രമല്ല, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായിരുന്നു. എത്ര ലക്ഷം വോട്ട് ഭൂരിപക്ഷത്തിനാണ് ഞങ്ങൾ ജയിച്ചത്. ചെതലാണെങ്കിൽ ജയിക്കുമോ? തെക്കൻ ജില്ലകളിൽ മുസ്ലിം ലീഗ് അടുത്ത അവരുടെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നേരിടുന്നത് പറഞ്ഞത്. അപ്പോൾ അതിന് UDF ഉന്നയിച്ചിട്ടില്ല. ആരാ പറഞ്ഞത്? സാഹിത്യങ്ങളെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കടുത്ത അവഗണന ഒന്നും സാധിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൊടുത്തത് എന്താ? 5 തെക്കൻ ജില്ലകളിലെ 5 ജില്ലകളിൽ മുസ്ലിം ലീഗിന് ഒരു സീറ്റും ഇല്ല. ജില്ലാ പഞ്ചായത്തിൽ സീറ്റില്ല എന്നുള്ളതാണ്. അതിനാ ജില്ലാ പഞ്ചായത്ത് തന്നെ ഒഴിവാക്കി. മുസ്ലിം ലീഗിന് ഒറ്റ സീറ്റും ഇല്ലാതാണ് 5 ജില്ലകളിൽ. ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല.
അല്ല, നിങ്ങൾ വിട്ടുപോയതായിരിക്കും, എനിക്കറിയാം. കൽപ്പിച്ചു ഞാൻ പറയട്ടെ. അപ്പൊ ഇന്റെ ഇവിടെ വിളിച്ചു വിളിച്ച് എനിക്ക് പറയാനല്ലേ, നിങ്ങൾ ചോദിച്ചോ? ചോദ്യം കഴിഞ്ഞാൽ നിർത്തണ്ടേ? നിങ്ങൾ തെക്കൻ ജില്ലകളിലെ 5 ജില്ലകളിൽ മുസ്ലിം ലീഗിന് സീറ്റില്ല. വലിയ സ്കോറാണ്. തെറ്റിപ്പോയതായിരിക്കും, അത് ടൈപ്പ് ചെയ്യുമ്പോൾ ചില അക്ഷരങ്ങൾ വിട്ടുപോകാൻ, അതുകൊണ്ടായിരിക്കും. പക്ഷെ സംഭവം എന്താ, കൊല്ലം ജില്ലയിൽ 70 സീറ്റുകളിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. അതെന്താണ് പറയാത്തത്? ഏത് ജില്ലയിലാണ് ഞങ്ങൾക്ക് സീറ്റില്ലാത്തത്? തൊടുപുഴ, ഇടുക്കി ജില്ലയിൽ 65 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ സീറ്റുകളിലൊക്കെ 45 സീറ്റിൽ പത്തനംതിട്ട മത്സരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന് 40 അതിലധികമോ സീറ്റില്ലാത്ത ഒരു ജില്ലയും കേരളത്തിലില്ല. ഇന്ന് നിങ്ങൾ മുസ്ലിം ലീഗിന് ഒറ്റ സീറ്റും ഇല്ല എന്ന് പറഞ്ഞാൽ ലീഗിന് ഒഴിവാക്കിയതല്ല, ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അങ്ങനെ തീരുമാനം ഏതാണ് UDFന് കൂടുതൽ ജയിക്കാൻ അനുയോജ്യം എന്ന രൂപത്തിൽ തീരുമാനമെടുത്താണ്. നിർത്തി. അത് അവസാനം വരെ ശ്രമിച്ചു. പിന്നീട് കൂടുതൽ ഐക്യത്തിന് ഗുണകരം ഇതാണെന്ന് മനസ്സിലാക്കിയാണ് പിൻവാങ്ങിയില്ലേ. നിങ്ങളിത് പിന്നെ എപ്പോഴാണ് ഞങ്ങൾ കൂട്ടിമുട്ടി തകരുന്നത് നോക്കി നടക്കുമ്പോൾ അതിൽ നിരാശരാകുകയാണ്. അപ്പൊ ചോദിക്കേണ്ടി വരും. കോഴിക്കോട് ആ പരോക്ഷമായിട്ട് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതാണ്. അതായത് UDF അധികാരത്തിൽ വരാതിരിക്കാൻ കേരളത്തിൽ എല്ലായിടത്തും ഇതുണ്ട്. SDPയുമായി LDFന് നല്ല ബന്ധം. SDP മാത്രമല്ല, BJPയുമായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇതിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഞങ്ങളുടെ UDF ഭരണത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് CPMഉം SDPയും കൂടിയാണ്. അതേ ജില്ലയിൽ അപ്പുറത്ത് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ UDFനെതിരെ അവിശ്വാസം കൊണ്ടുവന്നത് LDFും BJPയും കൂടിയാണ്. ഇപ്പോഴും തെക്കൻ ജില്ലകളിൽ പലയിടത്തും കൃത്യമായി SDPയുമായി ബന്ധമുണ്ട് LDFന്. അത് നിങ്ങൾ കാണില്ല. രാഹുൽ മാസത്തിൽ ജയിച്ചപ്പോഴേ പരസ്യമായിട്ട് പ്രകടനം നടത്തിയ SDPയാണ് ആദ്യമായിട്ട് അള്ളാഹുപൂർവ്വം നടത്തുന്നത്. എന്തുകൊണ്ടായിരിക്കും? എനിക്കറിഞ്ഞൂടെ, അവരോടല്ലേ ചോദിക്കേണ്ടത്. ഞാൻ പ്രകടനം നടത്തിയാൽ എന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ ലീഗ് പ്രകടനം നടത്തിയാൽ എന്നോട് ചോദിക്കാം. SDP പ്രകടനം നടത്തി ഞാനെങ്ങനെ അറിയാനാ? യാതൊരു ബന്ധമില്ലാത്ത പാർട്ടിയാണ്. അല്ല, പ്രതിഷേധത്തിലും പ്രകടനം നടത്തിക്കൂടെ? സന്തോഷം കൊണ്ട് മാത്രം പ്രകടനം നടത്താം. ഇന്നിപ്പോൾ ഞങ്ങളെ SDP പ്രകടനം നടത്തി സന്തോഷം കൊണ്ടാ? പ്രതിഷേധം കൊണ്ടാ? അല്ല, അങ്ങനെയല്ല. നിങ്ങളുടെ കണക്കുകൂട്ടലുകളും കാഴ്ചപ്പാടുകളും മാറണം. സന്തോഷം കൊണ്ട് മാത്രമല്ല പ്രകടനം നടത്തുക. പ്രതിഷേധത്തിൽ നടത്തും, പ്രതികാരത്തിൽ നടത്തും, സങ്കടം കൊണ്ട് നടത്തും, വ്യസനം കൊണ്ട് നടത്തും, ഒക്കെ നടത്തും. അനുശോചന പ്രകടനങ്ങളൊക്കെ നടത്താറില്ല. ആരെങ്കിലും മരിച്ചാൽ കറുത്ത കൊടിയൊക്കെ പിടിച്ച്, അതൊക്കെ സന്തോഷം കൊണ്ടാണ്. മരിച്ചതിലുള്ള സന്തോഷമാണ്. എന്നോട് ചോദിക്കുമ്പോൾ പഠിച്ചിട്ട് ചോദിച്ചു. എന്താ പറയുക? സഹകരിപ്പിക്കുന്നതാണ് പറഞ്ഞത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അത് അങ്ങനെ ഒന്ന് കാത്തിരിക്കാനുള്ള തീരുമാനം എന്തുകൊണ്ടാണ്? ഈ ഇലക്ഷന്റെ പ്രകടനം എല്ലാം കൂടെ ഉണ്ടെന്ന് വിലയിരുത്താനാണോ? അല്ല, UDF പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അൻവറിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞു ഇല്ലേ? എന്തായാലും കുഴപ്പമുള്ള അല്ല, അത് സഹകരിപ്പിക്കുന്നു പറഞ്ഞത് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് അൻവർ വലിയ പ്രതീക്ഷയോടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുമെന്നൊക്കെയാണ് അൻവർ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഡിലേ എന്താണെന്നുള്ള ഒരു ക്ലാരിറ്റി എടുത്താൽ ഡിലേ ഒന്നുമില്ല, സഹകരിച്ചല്ലേ പോകുന്നത്. പ്രശ്നമില്ല. സലാം സാഹിബിന്റെ വോയിസ് മുമ്പ് പുറത്തു വരുന്നത് BJPയുമായി സഹകരിക്കണമെങ്കിൽ അവരുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ ഇടതുപക്ഷത്തുണ്ടാകുമ്പോൾ അതിനും നന്നായി പ്രസംഗിച്ചിരുന്നു. ഞാൻ നിങ്ങൾ കേട്ടില്ലേ? 10-18 കൊല്ലം ഞാൻ പ്രസംഗിച്ച് കേട്ടില്ല. അതല്ല, ആ വോയിസ് ആയിട്ട് എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞുതരാം. മുഴുവൻ കേട്ടിട്ട് പറയാം. അതിന് ഒരക്ഷരം എടുത്തിട്ട് പറയരുത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രസ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ മാന്യത കാണിക്കണം. വോയിസാണ്. ആ വോയിസ് കൊണ്ടുപോകാൻ ഞാൻ കാണിച്ചു തരാം. ആ വോയിസ് പൂർണ്ണമായിട്ട് ഇവിടെ കേൾപ്പിക്കുക, എല്ലാവരും കേൾക്കട്ടെ. എന്നിട്ട് പറ. അല്ല, അങ്ങനെയല്ല. നീ അത് കൊണ്ടുപോവാ, ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരും കേൾപ്പിക്കും. വേനൊന്നും ആരെങ്കിലും എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചോദിക്കാം കൂലിക്ക്.
പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA UDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രചരണത്തിനും മറ്റും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ഏത് തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പിൽ ബാധിക്കുക? അതായത് ഇത്രയും നെഗറ്റീവായിട്ടൊരു ഇമേജ് നിൽക്കുന്ന സമയത്ത് അത്തരമൊരു MLA ഇത്തരം പ്രചരണങ്ങൾക്ക് ഇറങ്ങുന്നത് UDF-നെ നെഗറ്റീവായിട്ട് ബാധിക്കില്ല. അപ്പോൾ കൊല്ലത്ത് മുകേഷ് ഇറങ്ങിയിട്ടുണ്ടല്ലോ LDF-ന് വേണ്ടി. രാഹുലിൻ്റെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്തിട്ടില്ല. ഒരു പ്രതി എന്നെ ഉപദ്രവിച്ചു പറഞ്ഞ കേസില്ല. മുകേഷിൻ്റെ പേരിൽ FIR ഉണ്ട്, കേസ് അന്വേഷണം ചെയ്തിട്ടുണ്ട്, ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അയാളിപ്പോഴും പാർട്ടിയിലുമുണ്ട്. മറ്റു കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയിൽ യുവാക്കൾക്കും വരുന്നവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ശ്രദ്ധേയമായ പട്ടികയാണ്. അപ്പോൾ അത് എങ്ങനെ അല്ലല്ല, കാലികമായ സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ലേ എല്ലാ കാലത്തും മുസ്ലിം ലീഗ് നിലപാട് സ്വീകരിക്കുന്നുള്ളൂ. മുസ്ലിം ലീഗിൻ്റെ നടപടിക്രമങ്ങളും നിലപാടുകളൊക്കെ എല്ലാവരും എല്ലാ കാലത്തും അംഗീകരിക്കും. പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് വിഷമം തോന്നും, പിന്നീട് അതാണ് ശരി എന്ന് സമ്മതിച്ച് പോകാറുണ്ട്. അത് ആ സമയത്തെ തീരുമാനിക്കുള്ളൂ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആലോചന അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ ആലോചനയിലേക്ക് കിടക്കും. ഇതിൻ്റെ റിസൾട്ട് കൂടി ഒന്ന് വിലയിരുത്തണ്ടേ. മുസ്ലിം ലീഗ് തെക്കൻ കേരളത്തിൽ നിയമസഭയിലേക്ക് അടക്കം പ്രാതിനിധ്യത്തിൻ്റെ കാലം ഉണ്ടായിരുന്നു. പിന്നീട് അത് ഘട്ടഘട്ടമായി അതില്ലാതെയായി. ഇപ്പോൾ 5 ജില്ലാ പഞ്ചായത്ത്, എന്തായാലും പഞ്ചായത്ത് വാർഡുകളുണ്ടെങ്കിലും ബ്ലോക്കിലെ മുനിസിപ്പാലിറ്റി ഉണ്ടെങ്കിലും ജില്ലാ പഞ്ചായത്ത് എന്നത് പ്രധാനപ്പെട്ട ഡിവിഷനാണ്. 5 ജില്ലാ പഞ്ചായത്തുകളിൽ ഒരിടത്ത് പോലും ലീഗിന് മത്സരിക്കാൻ പോലും സ്ഥാനാർത്ഥി ഇല്ലാതാവുക എന്ന് പറയുന്നത് ആ സംഘടനാപരമായി തന്നെ മുസ്ലിം ലീഗിയുടെ ദിവസമാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടില്ല, ഇപ്പോഴും പുതുതായിട്ടില്ല. നിങ്ങളൊക്കെ ഇപ്പോഴാണ് ഈ ജേർണലിസം മേഖലയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 ജില്ലാ പഞ്ചായത്ത് മുസ്ലിം ലീഗിന് സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല. കിട്ടിയത് തന്നെ 1-2 ജില്ലകളിൽ കിട്ടിയത് തന്നെയാണ് മടക്കി കൊടുക്കുക ചെയ്തത്. ലീഗ് മത്സരിച്ചിട്ട് സീറ്റ് കോൺഗ്രസ് എടുക്കുകയാണ്. അല്ല, ഈ ജില്ലകളൊക്കെ പത്തനംതിട്ടയിൽ, അതുപോലെ പിന്നെ ഇടുക്കിയിൽ, ആലപ്പുഴയിൽ, ഇവിടെ ഒന്നും ഞങ്ങൾ വന്ന് മത്സരിച്ചില്ല. നേരത്തെ 2, 3, 4 പിന്നെ ടേമിന് മുമ്പ് മത്സരിച്ചിട്ടുണ്ടാകാം. ചിലയിടത്ത് ഞങ്ങൾക്ക് തന്നത് തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ തവണ മത്സരിക്കാത്ത തിരുവനന്തപുരം ജില്ലയിൽ ഇത്തവണ കിട്ടിയിട്ടുണ്ട്. കണിയാപുരം ഡിവിഷൻ മുസ്ലിം ലീഗാണ് മത്സരിക്കണം.